ഗുഡ് മോർണിംഗ് എവരി വൺ. ഇന്ന് കാണിക്കാനുള്ളതും സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇത് ഞാൻ കോട്ടയത്ത് പുഷ്പമേള നടന്ന സമയത്ത് പോയപ്പോൾ മേടിച്ച ഡാലിയയുടെ വിത്ത. ആക്ച്വലി ഞാനിത് ആദ്യമായിട്ട് ഈ സംഭവം കാണുന്നത്. ഇത് കണ്ടാൽ നമ്മുടെ ചീനിക്കിഴങ്ങല്ലേ, മധുരക്കിഴങ്ങ്, ഏകദേശം അതുപോലെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ അത് ഞാൻ 4 എണ്ണം മേടിച്ചു. ചീനിക്കിഴങ്ങ് എങ്ങനെ അങ്ങനെ തന്നെ ആ 4 വിത്ത് മേടിച്ചു. പക്ഷെ മേടിച്ചപ്പോൾ എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നത് കിളിർത്ത് വരുമെന്ന്. കാരണം ഉണ്ടല്ലോ, പുഷ്പമേള തീരുന്ന ദിവസങ്ങളിലാണ് ഞങ്ങൾ പോയത്. അപ്പോഴേക്കും അവിടെ സ്റ്റോളിൽ നിന്ന് എല്ലാവരും മേടിച്ച് അവസാനം നമ്മൾ തിരിയട വരികയെന്ന് പറയത്തില്ലേ, അങ്ങനെ അവസാനം വന്ന 4 കിഴങ്ങ് അതാണ് എനിക്ക് കിട്ടിയത്. എനിവേ ഞാൻ രണ്ടും കൽപ്പിച്ച് മേടിച്ചു. കാരണം ഇത് ഒന്ന് ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. അപ്പോൾ ഇത് കിഴങ്ങ് കിളുത്ത് വരുമോ, ഇതെന്താ സംഭവം എന്നുള്ളതെന്ന് അറിയാൻ വേണ്ടി മേടിച്ചതാണ്. എനിവേ 4 എണ്ണം. ഇതിനകത്ത് 1 എണ്ണം കാണാം, നന്നായിട്ട് കാണാം. ഇത് പിന്നെ ഒന്ന് ഇതുണ്ടോ മുള വന്നിട്ടുണ്ടേ. ഇച്ചിരി സൂം ചെയ്ത് കാണിക്കാം. ഇത് കണ്ടോ, മുള വന്നിട്ടുണ്ട്. ഇവിടെ മുള വന്ന് ഇലയായി തുടങ്ങി. പിന്നെ ഒരെണ്ണം ഒരിച്ചിരി അടിയില, ഇത് കാണത്തില്ല. ഇവന്മാരാണ് മുകളിൽ നിൽക്കുന്നത്. അപ്പോൾ ഇത് മേടിച്ചപ്പോഴേ അവർ കാണിച്ചു തന്നു. ഇത് കണ്ട്, ഇത് അവർ തണ്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ തണ്ട് കട്ട് ചെയ്ത ഏരിയ മണ്ണിന് മുകളിൽ നിൽക്കണം, ബാക്കി അടിയിലോട്ടുള്ളത് മണ്ണിനടിയിൽ. അപ്പോൾ ആ മണ്ണിൻ്റെ അടിയിലുള്ള ഭാഗത്തുനിന്ന് വേര് വരും, ഈ തണ്ട് കട്ട് ചെയ്തെടുത്തുനിന്ന് പുതിയ മുളകൾ വരും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടെക്നോളജി എന്ന് പറയുന്നത്. ഞാനിവിടെ കൊണ്ടുവന്ന് ആക്ച്വലി ആ ദിവസങ്ങളിലൊക്കെ ഞാൻ നല്ല തിരക്കായിരുന്നു. അപ്പോൾ എന്നാ ചെയ്തു, ഇവിടെ ഒരു ഗ്രോ ബാഗിനകത്ത് ഇങ്ങനെ മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് എന്തെങ്കിലും നടാമെന്ന് വിചാരിച്ച് വെച്ചതായിരുന്നു. അപ്പോൾ എന്നാ ചെയ്തു, ആ 4 കിഴങ്ങും വെറുതെ കൈ കൊണ്ടൊന്ന് മണ്ണ് മാറ്റിയിട്ട് അങ്ങ് വെച്ചു കൊടുത്തു. എനിക്ക് നന്നായിട്ടൊന്ന് കുഴിച്ചെടുക്കാൻ പോലും പറ്റിയില്ല. അങ്ങ് വെച്ചു കൊടുത്തു. ഇച്ചിരി മണ്ണ് അതിൻ്റെ മുകളിലിട്ടു. ഇതിപ്പോൾ ഇത് വെച്ചിട്ട് എക്സാക്ട്ലി പറയുവാണെങ്കിൽ ഡിസംബർ ഒരു 30-ാം തീയതി മറ്റുമാണ് ഞങ്ങൾ പോയത്. ഡിസംബർ ലാസ്റ്റ് വീക്കായിരുന്നു പുഷ്പമേള. അപ്പം ഡിസംബർ ലാസ്റ്റാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ആ ഒരു സമയത്ത് എക്സാക്ട്ലി ഞാൻ ഡേറ്റ് ഓർക്കുന്നില്ല, വേണമെങ്കിൽ ന്യൂ ഇയർ എന്ന് വേണേൽ പറയാം. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇന്നിപ്പോൾ ഒരു 3 ആഴ്ചയോളമായി. 3 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ വിത്ത് ഇങ്ങനെ മുളച്ച് വന്നത് കാണുന്നത്. അപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നല്ലോ ഇത് മുളച്ച് വരുന്നത്. അതുകൊണ്ട് ഞാനിതിനെ മൈൻഡ് ചെയ്യുന്നില്ലായിരുന്നു. വെള്ളം ഒഴിക്കുന്നുണ്ട്, കാരണം നമ്മുടെ ടാങ്ക് നിറഞ്ഞ് വെള്ളം ലീക്കായി വരത്തില്ലേ. അപ്പോൾ ആ വെള്ളം വന്ന് ഇതിനകത്തോട്ടാണ് വീഴുന്നത്. അങ്ങനെ സ്ഥിരം ഇതിന് വെള്ളം കിട്ടുന്നുണ്ടായിരുന്നു. അതർവൈസ് ഞാൻ അങ്ങനെ വലിയ കെയറൊന്നും കൊടുത്തില്ല. സത്യം പറഞ്ഞാൽ മനസ്സാക്ഷി വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ വലിയ കെയറൊന്നും കൊടുത്തില്ലായിരുന്നു. പക്ഷേ ഇതിങ്ങനെ മുള വരുന്ന കണ്ടപ്പോൾ എനിക്കൊരു മനസ്സാക്ഷിക്കുത്ത് തോന്നി. കാരണം മുളയ്ക്കേണ്ട വിത്തിനെയാണല്ലോ ഞാനിങ്ങനെ അവോയ്ഡ് ചെയ്തതെന്ന് ഓർത്തിട്ട് എനിക്ക് സങ്കടവും തോന്നി. എനിവേ, അപ്പോൾ ഇന്നത്തെ സന്തോഷ വാർത്ത ഇതാണ്. കണ്ടോ, 4 വിത്തും കിളുത്ത് വന്നു. അപ്പോൾ ഇതും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.